ഹായ് ഫ്രണ്ട്സ്, നോട്ട് ജേസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നോട്ട് ജേസിലെ ഒരു കോർ മൊഡ്യൂളിനെ പറ്റിയാണ്, അതായത് FS മൊഡ്യൂൾ, ഫയൽ സിസ്റ്റം മൊഡ്യൂൾ. ഈ ഫയൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഫയൽസിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ഇപ്പോൾ ഒരു ഫയലിനെ ഇൻസേർട്ട് ചെയ്യാനും ആ ഫയലിലോട്ട് കണ്ടൻസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ആ കണ്ടന്റ് റീഡ് ചെയ്യാനും, ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനും ആ ഡയറക്ടറിലോട്ട് ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാനും ആ ഫയലിലെ കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യാനും അത് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഫയലിലോട്ട് അതിനെ റൈറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് FS മൊഡ്യൂൾ. ഇത് വെച്ച് നമുക്കൊരു ഫയൽസിനെ റിമൂവ് ചെയ്യാം, ഡയറക്ടറീസിനെ റിമൂവ് ചെയ്യാം, ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫയൽസ് വെച്ചിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ഫയൽ സിസ്റ്റം മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങളാണ്: റീഡ് ഫയൽ, റൈറ്റ് ഫയൽ, റിമൂവ് ഫയൽ, ക്രിയേറ്റ് ഫോൾഡർ, റൈറ്റ് ഫയൽ, ഇൻസേർട്ട് ദ ഫോൾഡർ, ഡിലീറ്റ് ഫോൾഡർ ആൻഡ് ഫയൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി പ്രൊജക്റ്റിലോട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ആദ്യം ചെയ്യുന്നത് FS മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യുക, അതായത് റിക്വയർ ചെയ്യുക. വാർ ഞാൻ ചുമ്മാ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വാർ FS റിക്വയർ FS. ഈ FS എന്ന് പറഞ്ഞത് നോട്ട് ജേസിൽ ഒരു ഇൻബിൽറ്റ് മൊഡ്യൂളാണ്, അതുകൊണ്ട് എക്സ്ട്രാ പാക്കേജ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് FS ഇമ്പോർട്ട് ആയില്ല അറിയാൻ വേണ്ടി FS ഡോട്ട് വിളിച്ചാൽ മതി. കണ്ടോ, ഇത്രയും ഫങ്ഷൻസ് നമുക്ക് FS മൊഡ്യൂളിൽ നമുക്ക് കിട്ടി. അതായത് FS നമ്മുടെ ഫസ്റ്റ് ഡോട്ട് ഇമ്പോർട്ടായി. ഇനി എനിക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ടെക്സ്റ്റ് ഫയൽ, readme.txt എന്ന് പറഞ്ഞ ഫയലിനെ ക്രിയേറ്റ് ചെയ്തു. അതിലൊരു ചുമ്മാ ഒരു സ്ട്രിങ് ആഡ് ചെയ്തു, hey welcome to IT Master. ഇനി എനിക്ക് നമ്മുടെ നോട്ട് ജേസ് പ്രോജക്റ്റ് വെച്ചിട്ട് ഈ ഫയൽ നമുക്ക് റീഡ് ചെയ്യാം. അത് നമുക്ക് FS വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതിനുവേണ്ടി ഞാൻ ചുമ്മാ ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേർ റീഡ്മി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് ഇപ്പം നമുക്ക് ഈ FS തന്നെ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് തരം മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് സിങ്ക്രണസ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, സിങ്ക്രണസ് ആയ മെത്തേഡ് ഉണ്ട്. സിങ്ക്രണസ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സിങ്ക്രണസ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇതിനെല്ലാവരും നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതായത് ഫസ്റ്റ് ഇപ്പോൾ ഈ സിങ്ക്രണസ് മെത്തേഡ് വർക്ക് ചെയ്യും, അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളും എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യത്തുള്ളൂ. അതിൻ്റെ കൺസോളോ അടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഈ സിങ്ക്രണസ് മെത്തേഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനി അസിങ്ക്രണസ് ആണെങ്കിൽ അതൊരു നോൺ ബ്ലോക്കിംഗ് ആണ്, അത് അതിൻ്റെ പാട്ടിന് പോവും. ബാക്കിയുള്ളതൊക്കെ ഒരു പ്രിയോറിറ്റി ലെവലില്ല, ഏതാണോ ആദ്യം കഴിഞ്ഞാൽ അതനുസരിച്ച് പോകും. പക്ഷെ സിങ്ക്രണസിൽ ഫസ്റ്റ് ഈ സിങ്ക്രണസ് മെത്തേഡ് മാത്രമാണ് റൺ ചെയ്യത്തുള്ളൂ, പിന്നെ അതിന് ശേഷമാണ് ബാക്കിയെല്ലാം റൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിങ്ക്രണസ് മെത്തേഡ് ചെയ്യാം. സിങ്ക്രണസ് മെത്തേഡ് ചെയ്യാനായിട്ട് FS ഡോട്ട് റീഡ് ഫയൽ സിങ്ക്. റീഡ് ഫയൽ സിങ്കിലോട്ട് നമുക്കൊരു രണ്ട് പാരാമീറ്ററാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് പാരാമീറ്റർ പറഞ്ഞാൽ നമ്മുടെ ഫയലിൻ്റെ പേര്, അതായത് readme.txt. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു എൻകോഡറാണ്, അതായത് UTF-8 എൻകോഡർ എന്ന് പറയും. ഈ എൻകോഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ സ്ട്രിങ് ആണ്, ഈ സ്ട്രിങ്ങിനെ UTF-8 എന്ന് പറഞ്ഞൊരു എൻകോഡിലോട്ട് കൺവേർട്ട് ചെയ്യണം, എങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ അതിനെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻകോഡറാണ് UTF-8. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ റീഡ്മി എന്ന് പറഞ്ഞ വേരിയബിൾ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാം, നോഡ് FS. ആണോ, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനടുത്ത് നമുക്ക് എവിടെയോ എന്തോ പാളി പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സേവ് ചെയ്യാൻ പറഞ്ഞു. കണ്ടോ, ഹേ വെൽക്കം ടു IT മാസ്റ്റർ എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ റീഡ്മി ടെക്സ്റ്റിൽ നമ്മൾ എഴുതിയ സ്ട്രിങ് നമ്മൾ ഈ FS വെച്ചിട്ട് റീഡ് ചെയ്തു. ഇനി ഇതൊരു സിങ്ക്രണസ് മെത്തേഡാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അസിങ്ക്രണസ് മെത്തേഡ് കൂടെ പറയാം. അസിങ്ക്രണസ് മെത്തേഡ് നമുക്ക് വേരിയബിളിൻ്റെ ആവശ്യമില്ല. FS ഡോട്ട് റീഡ് ഫയൽ. അസിങ്ക്രണസ് മെത്തേഡിൻ്റെ ഇപ്പം നമുക്ക് ഈ സിങ്ക്രണസ് മെത്തേഡിൽ രണ്ട് പാരാമീറ്റർ ഉള്ളൂ. അസിങ്ക്രണസ് മെത്തേഡ് ആകുമ്പോൾ ഒരു 3 പാരാമീറ്റർ വരും. മൂന്നാമത്തെ പാരാമീറ്റർ വന്നാൽ ഒരു കാൾ ബാക്ക് ഫംഗ്ഷനാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പേര് TXT, കോമ, എൻകോഡർ UTF-8. അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ കാൾ ബാക്ക് ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇത് ചുമ്മാ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്ന എപ്പോഴാണ്, ഇതിനെ ടെക്സ്റ്റ് റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഫംഗ്ഷൻ വർക്ക് ആവത്തുള്ളൂ. അതാണ് കാൾ ബാക്ക് എന്ന് പറയുന്നത്. ഈ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഇത് വർക്ക് ആവത്തുള്ളൂ, ഈ ഫംഗ്ഷൻ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ അതിൽ രണ്ട് പാരാമീറ്ററാണ്, ഒന്ന് എററും ഒന്ന് അതിൻ്റെ ഡാറ്റയും. ഓക്കെ, ഇനി നമുക്കൊരു കൺസോൾ കൊടുക്കാം. ഇഫ് നോട്ട് എറർ കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ. നമുക്ക് ഈ കൺസോൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ,
സി ബി കൺസോൾ എന്ന് പറഞ്ഞ പേരും കൊടുക്കുക. സി ബി കൺസോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്യാം. കണ്ടോ, സി ബി കൺസോൾ സെയിം തിങ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടി ഞാനിപ്പോൾ കാര്യം ചെയ്യാം. ഇതിനെ നമുക്ക് ആദ്യം കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഈ കൺസോൾ ഡോട്ട് ലോഗ് റീഡ്മി കൊടുത്തു. അതിൻ്റെ അടിയിൽ ഞാനൊരു കൺസോൾ ഡോട്ട് ലോഗ് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ കൺസോൾ ഡോട്ടിലും കൊടുത്തു. കേട്ടോ, ഹേ വെൽക്കം ടു IT മാസ്റ്റർ പ്രിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടെസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മളിവിടെ റീഡ്മി എന്ന് വിളിച്ചപ്പോൾ ഈ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ടെസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. അതായത് സിങ്ക്രണസ്. ഇതിനെ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം മതി അടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി അസിങ്ക്രണസിൻ്റെ ഞാൻ കാണിച്ചു. ഇത് ഞാൻ കമൻറ്റ് ചെയ്യണം. നേരെ ഇതിനെ പ്രോസസ് ചെയ്തു. ഞാൻ ഇതും കമൻറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇവിടെ ഞാൻ കൺസോൾ ഡോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ കൺസോൾ ഡോട്ടിൽ ഇനി ഒന്ന് കൺസോൾ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ നേരെ റിവേഴ്സ് വന്നു ടെസ്റ്റ് മോഡിൽ. അതായത് ഇതിൻ്റെ വഴിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ടെസ്റ്റ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നില്ല. ടെസ്റ്റ് കൺസോൾ ഡോട്ടിലൊക്കെ ചെയ്തു, അതിനുശേഷം ഇത് വർക്ക് ചെയ്തു. ഇതിന് ടൈം എടുക്കും, കാരണം റീഡ് ചെയ്ത് വരണ്ടേ, അപ്പോൾ ടൈം എടുക്കും. പക്ഷെ അത്രയും ടൈം ഈ കൺസോൾ ഡോട്ടിലൊക്കെ ടെസ്റ്റ് വർക്ക് വെയിറ്റ് ചെയ്യുന്നില്ല. ടെസ്റ്റ് പെട്ടെന്ന് കൺസോൾ ചെയ്തു, അതിനുശേഷം അടുത്ത കൺസോൾ ഇവിടെ വന്നു. അതായത് അസിങ്ക്രണസ്, നോൺ ബ്ലോക്കിംഗ്. ബ്ലോക്ക് ചെയ്യുന്നില്ല ഒന്നിനും. ബാക്കിയുള്ള പ്രോസസ് എല്ലാം അതിൻ്റെ പാട്ട് നടക്കും, ഇത് ഇതിൻ്റെ പാട്ട് നടക്കും. അത്രേ ഉള്ളൂ അസിങ്ക്രണസ് സിങ്ക്രണസ് തമ്മിലൊരു ഡിഫറൻസ് ഇതിൽ. ഇപ്പോൾ നമ്മുടെ റീഡ് ചെയ്യാനും റീഡ് ഫയലിലെ രണ്ട് അസിങ്ക്രണസ് സിങ്ക്രണസ് നോക്കി. ഇനി നമുക്കൊരു ഫയലിൽ നിന്ന് എങ്ങനെ മറ്റൊരു ഫയലോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ റീഡ് മീയിൽ ഇപ്പോൾ ഹേ വെൽക്കം ടു IT മാസ്റ്റർ ഇല്ലേ, അതെനിക്ക് മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ റൈറ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് നമുക്ക് സിങ്ക്രണസ് മെത്തേഡ് നോക്കാം. അതിന് വേണ്ടി എന്തെങ്കിലും കൺസോൾ റിമൂവ് ചെയ്യാം. ഓക്കെ, fs ഡോട്ട് ഞാനൊരു വേരിയബിൾ കിട്ടും റൈറ്റ് ഫയൽ വേരിയബിൾ ആവശ്യമില്ല, സോറി. fs ഡോട്ട് റൈറ്റ് ഫയൽ സിങ്ക് ആണോ, സിങ്ക്രണസ് പ്രോസസ് ആണ്. അത് നമ്മൾ ഈ നോഡ് നെയിമിംഗ് കൺവെൻഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പേര് കൊടുക്കാം. ഏതിൻ്റെയാണ് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫയൽ നെയിം. അതായത് ഞാൻ മൈ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ നെയിം കൊടുത്തു. അതിലോട്ട് എനിക്ക് റൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹേയ് ഹൗ ആർ യു എന്നാണ് റൈറ്റ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. കണ്ടോ, ഇവിടെ മൈ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ആയി. കണ്ടോ, ഹേയ് ഹൗ ആർ യു എന്ന് പറഞ്ഞ ഇത് പ്രിന്റ് ആയി. അതായത് നമ്മളിപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഇതെല്ലാം നമ്മൾ ഈ കോഡ് തന്നെ ചെയ്തിരിക്കുന്നത്. fs ഡോട്ട് റൈറ്റ് ഫയൽ സിങ്ക് എന്ന് പറഞ്ഞ മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. മൈ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ നെയിമിൽ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്തു. ആ ഫയലിലോട്ട് സ്ട്രിങ്ങിനെ ആഡ് ചെയ്തു. ഇനി എനിക്ക് ആദ്യം ഈ റീഡ്മി ടെക്സ്റ്റിലെ ഒരു കണ്ടന്റിനെ റീഡ് ചെയ്തിട്ട് ആ കണ്ടന്റിനെ ഒരു പുതിയ ഫയലോട്ട് റൈറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ മൈ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയലിനെ റിമൂവ് ചെയ്യണം. മൈ ടെക്സ്റ്റ് ഡോട്ട് ഫയലിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് fs മൊഡ്യൂൾ തന്നെ ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെ ആദ്യം നോക്കാം. fs ഡോട്ട് അൺലിങ്ക്, ഇതൊരു അൺലിങ്ക് എന്ന് പറഞ്ഞ മെത്തേഡാണ്. അതായത് നമുക്ക് ഈ ഫയലിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് അൺലിങ്ക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നെയിം കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് പാരാമീറ്റർ കാൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ഈ അൺലിങ്ക് എന്ന് പറഞ്ഞ ഒരു അസിങ്ക്രണസ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും കാൾ ബാക്ക് ഉപയോഗിക്കണം. അതായത് നമ്മൾ ഇത് റിമൂവ് ചെയ്തതിനു ശേഷം ഒരു ഫംഗ്ഷൻ വർക്ക് ആവും. അത്ര മാത്രം നിങ്ങൾ പോയി വിചാരിച്ചാൽ മതി. അതിൽ ഫസ്റ്റ് പാരാമീറ്ററാണ് എററാണ്. ഇഫ് നോട്ട് എറർ, അതായത് എറർ ഒന്നും ഇല്ലെങ്കിൽ കൺസോൾ ലോഗ് CLG ഡിലീറ്റഡ്. അപ്പോൾ നമ്മൾ മാനുവലി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ കോഡ് തന്നെ ഡിലീറ്റ് ചെയ്തോളൂ. നമുക്ക് വർക്ക് ആയോ ഇല്ല നോക്കാം. ഇപ്പം എന്തിനാ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ആണോ, ഡിലീറ്റഡ് ഇവിടെ വന്നു. ഇവിടെ ഉണ്ടോ മൈ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ ഇവിടുന്ന് പോയി. അതായത് ഡിലീറ്റ് ചെയ്ത് പോയി. നമ്മൾ മാനുവലി ഡിലീറ്റ് ചെയ്തില്ല, നമ്മുടെ കോഡ് തന്നെ ഡിലീറ്റ് ചെയ്തു. നമുക്കിപ്പോൾ ഇത് അൺലിങ്ക് എന്ന് പറഞ്ഞ മെത്തേഡ് മനസ്സിലായല്ലോ, ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ റീഡ്മി ടെക്സ്റ്റിലെ കണ്ടന്റിനെ റീഡ് ചെയ്തിട്ട് ഈ കണ്ടന്റിനെ വേറൊരു ഫയലോട്ട് റൈറ്റ് ചെയ്യും. അതെങ്ങനെ പറ്റും നോക്കാം.
ഞാൻ ഇനി ഈ കോഡ് കമൻറ്റ് ചെയ്ത കോഡിനെ അൺകമൻറ്റ് ചെയ്യണം. ഇപ്പോൾ റീഡ് ഫയൽ എറർ ഡാറ്റ നമുക്ക് ചുമ്മാ ഒന്നും കൂടെ കൺസോൾ കൊടുത്ത് അറിയാൻ പറ്റും. ആണോ, ഹേ വെൽക്കം ടു IT മാസ്റ്റർ വന്നു. ഈ ഹേ വെൽക്കം ടു IT മാസ്റ്ററിനെ നമുക്കൊരു പുതിയ ഫയലോട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് fs.write ഫയൽ. ഞാനിവിടെ നേരത്തെ സിങ്ക് മെത്തേഡ് യൂസ് ചെയ്തത്, ഞാനിപ്പോൾ അസിങ്ക് മെത്തേഡ് യൂസ് ചെയ്തു. ഓക്കെ, അസിങ്ക് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോൾ നമുക്കൊരു കാൾ ബാക്ക് ഒരു പാരാമീറ്ററായിട്ട് കൊടുക്കണം നമ്മുടെ ഇൻബിൽറ്റ് മൊഡ്യൂൾസിനെല്ലാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ന്യൂ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ നെയിം കൊടുത്തു. അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, എറർ ഡാറ്റ. അതായത് സെയിം കാൾ ബാക്ക് എന്ന് പാരാമീറ്റർ. സോറി, അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. നമ്മൾ ഈ ഡാറ്റ ഇവിടെ ഇപ്പോൾ ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹേ വെൽക്കം ടു IT മാസ്റ്റർ ആണ് നമ്മൾ കിട്ടിയത്. നമുക്ക് ഈ ഡാറ്റയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൻ്റെ അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് കാൾ ബാക്ക്. അതിൽ നമുക്ക് എറർ ഡാറ്റ കൊടുക്കാം, എറർ ഡാറ്റ. ഇഫ് സെയിം തന്നെ കൊടുക്കാം, ഇഫ് നോട്ട് എറർ console.log ഫയൽ ക്രിയേറ്റഡ് ആൻഡ് കണ്ടന്റ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ന്യൂ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൽ കണ്ടന്റ് ആണെന്ന് നോക്കാം, ഹേ വെൽക്കം ടു IT മാസ്റ്റർ. അപ്പോൾ അതായത് നമ്മൾ fs.read ഫയൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഈ റീഡ്മി ഫയലിലെ ഈ കണ്ടന്റിനെ ഹേ വെൽക്കം ടു IT മാസ്റ്ററിനെ റീഡ് ചെയ്തു. ആ റീഡ് ചെയ്ത് നമുക്കിവിടെ ഡാറ്റ നമ്മൾ കാൾ ബാക്ക് ഫംഗ്ഷനിൽ കിട്ടി. കാൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെല്ലാം റീഡ് ചെയ്തതിനു ശേഷം വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് കാൾ ബാക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഡാറ്റയുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഹേ വെൽക്കം ടു IT മാസ്റ്റർ എന്ന് പറഞ്ഞ ഡാറ്റ കിട്ടി. ഇനി ഹേ വെൽക്കം ടു IT മാസ്റ്റർ എന്ന് പറഞ്ഞ ഡാറ്റനെ നമുക്ക് ഈ റൈറ്റ് ഫയലിൻ്റെ ഒരു പാരാമീറ്റർ ആയിട്ട് കൊടുത്തു. അതായത് ന്യൂ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കൊടുത്തപ്പോൾ ന്യൂ ടെക്സ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ക്രിയേറ്റ് ചെയ്ത ഫയലോട്ട് നമ്മൾ ഈ ഡാറ്റ എന്ന് പറയുമ്പോൾ ഹേ വെൽക്കം ടു IT മാസ്റ്ററിനെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു എററും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചുമ്മാ ഒരു കൺസോൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. കണ്ടോ, ഹേ ഫയൽ ക്രിയേറ്റഡ് ആൻഡ് കണ്ടന്റ് ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ കൺസോൾ വന്നു. ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്തു. നമ്മൾ ആദ്യം ഒരു റീഡ് ഫയൽ ചെയ്തു fs വെച്ചിട്ട്. ആ റീഡ് ഫയൽ സിംഗ്രണസും അസിംഗ്രണസും നോക്കി. പിന്നെ നമ്മൾ റൈറ്റ് ഫയൽ ചെയ്തു. റൈറ്റ് ഫയലിനെ സിംഗ്രണസും അസിംഗ്രണസും ഇട്ടുണ്ട്, അതായത് നോൺ ബ്ലോക്കിങ്ങും ബ്ലോക്കിങ്ങും. പിന്നെ നമ്മൾ അൺലിങ്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഒന്ന് ചെയ്തു. അതായത് ഈ അൺലിങ്ക് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫയലിനെ റിമൂവ് ചെയ്യാനുള്ള ഫയൽ. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് fs.make ഡയറക്ടറി സിംഗ്രണസ് മെത്തേഡ് ഉണ്ട്. നമുക്കൊരു ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ നെയിമിലൊരു ഡയറക്ടറി ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇത് വർക്കാവോ ഇല്ല നോക്കാം. ഈ കോഡല്ല ഞാനിപ്പോൾ കമൻറ്റ് ചെയ്തു. കണ്ടോ, ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ fs.rm ഡയറക്ടറി സിങ്ക്. നമുക്ക് ഇതിനെ കമൻറ്റ് ചെയ്യാം. നമുക്ക് സെയിം നെയിം കൊടുക്കാം. ഈ rm ഡയറക്ടറി സിങ്ക് എന്ന് പറഞ്ഞാൽ ആ ഫോൾഡറിനെ റിമൂവ് ചെയ്യാനുള്ള കമൻ്റാണ്. നമുക്കിത് വർക്കാവുന്നോ ഇല്ല നോക്കാം. കണ്ടോ, ആ ഫയൽ പോയി. ഇതിൻ്റെ തന്നെ അസിൻക്രണസ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അസിൻക്രണസ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ ആഡ് ചെയ്യുക. ഈ rm ഡയറക്ടറി സിങ്ക് പോവും. അതായത് rm ഡയറക്ടറി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ന്യൂ ഫോൾഡർ ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് അതിലൊരു കൺസോൾ കൊടുക്കുക. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മൾ fs മൊഡ്യൂളിനെ പറ്റി ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം തന്നെ ഒരു ഫയലിനെ റീഡ് ചെയ്തു. ആ ഫയലിൽ സിംഗ്രണസും അസിംഗ്രണസും വെച്ചിട്ട് പിന്നെ ആ ഫയലിനെ റൈറ്റ് ചെയ്തു. പിന്നെ ആ ഫയലിനെ റിമൂവ് ചെയ്തു. പിന്നെ നമ്മളൊരു ഫോൾഡറിനെ ആഡ് ചെയ്തു. പിന്നെ ആ ഫോൾഡറിനെ റിമൂവ് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് തുടരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.